നമുക്ക് ഇത് ചക്കപ്പഴമാണ്, വരിക്കച്ചക്ക എങ്ങനെ നമുക്ക് പുഴുങ്ങുന്നതെന്ന് നോക്കാം. ആദ്യം തേങ്ങ ഇടണം. ഒത്തിരി പഴുക്കരുത്, ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകും. കുറച്ചേ പഴുക്കാവും. തേങ്ങ, ശർക്കര പാനിയാക്കി ഇത്രയും വെള്ളം വേണം, എന്നാലേ അത് വേഗത്തുള്ളൂ ചക്ക. ചുക്കും ഏലക്കായും ജീരകവും ഇട്ട് പൊടിച്ചത്, സ്വല്പം ഉപ്പ്, ഇത്ര ഉപ്പ് മതി. ഇട്ട് നല്ലതുപോലെ ഇളക്കണം. ബാക്കി നമുക്ക് അടച്ചടുപ്പ് വെച്ച് പുഴുങ്ങാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇളക്കിയിടണം. അന്നേരം ശർക്കര എല്ലായിടത്തും ആവും. ശർക്കര വേണ്ടാത്തവർക്ക് തേങ്ങ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ച് ഇതിനകത്ത് ചേർത്ത് പുഴുങ്ങി തിന്നാം. ഷുഗറൊക്കെ ഉള്ളവർക്ക്, മധുരം വേണ്ടാത്തവർക്ക് ഇതുപോലെ ഏലക്കായും എല്ലാം ചേർത്ത് വേഗം ഇച്ചിരി പുഴുങ്ങി. ഇപ്പോൾ ഒരു 5-6 മിനിറ്റായി വെച്ചിട്ട് നമുക്ക് വെന്തോ നോക്കാം. ഓക്കെ, അത് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ ഉണങ്ങി. ഒത്തിരി പഴുക്കരുത് ചക്ക. ഇപ്പം ശർക്കര ഇതിനകത്തോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രുചി. 4 മണിക്ക് തേയിലവെള്ളമൊക്കെ ഇട്ട് മഴയുള്ള സമയത്ത് ഇതിൽ ഓരോന്ന് കഴിച്ച് മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല സുഖമാണ്. ഇതാണ് ചക്ക പുഴുങ്ങിയത്.